കേരളത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ക്ഷേത്രോൽപത്തിയെ സംബന്ധിച്ച് ഒന്നിലധികം കഥകൾ നിലവിലുണ്ട്. കുലദൈവ ക്ഷേത്രമായ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തെയും അത് നിൽക്കുന്ന നഗരത്തെയും വർണ്ണിക്കുന്ന അതിവിശിഷ്ടമായ ഒരു സംസ്കൃത കൃതിയാണ് സ്യാനന്ദപുര വർണ്ണന പ്രബന്ധം. ഇതിന്റെ രചയിതാവ് ശ്രീ സ്വാതി തിരുനാൾ മഹാരാജാവാണ്. ഈ കൃതിയിൽ സ്വാതി തിരുനാൾ മഹാരാജാവ് ക്ഷേത്രോൽപത്തിയെപ്പറ്റി പറയുന്ന കഥ ഇപ്രകാരമാണ്. ലോകത്രയ ഗോചരനും സർവജഗത് കാരണഭൂതനുമായ വാസുദേവന്റെ സ്യാനന്ദപുരത്തെ പവിത്രമാക്കിയ കാരണഭൂതന്റെ പരമമംഗള കഥ പറയാം. പണ്ട് ഐഹിക വസ്തുക്കളിൽ താൽപര്യം വെടിഞ്ഞവനും യഥാർത്ഥ ജ്ഞാനിയും ശ്രീപത്മനാഭചരണങ്ങളിൽ അർപ്പിത മനസ്സോടുകൂടിയവനും യോഗീശ്വരനുമായ ദിവാകരൻ അനർത്ഥമെന്ന സ്ഥലത്ത് താമസിച്ചിരുന്നു. അദ്ദേഹം പ്രഭാതത്തിൽ കുളിച്ച് നിയമങ്ങൾ വിധി പോലെ പാലിച്ച് ഗരുഡധ്വജ പൂജ നിർവഹിച്ച് ഭക്തിയാൽ കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകി ധന്യനായി ജീവിച്ചു വന്നു. നിശ്ചലമായ ഭക്തിഭാരത്തോടെ ശ്രീപത്മനാഭന്റെ കൃപ പ്രതീക്ഷിച്ചിരുന്ന ആ യതിവര്യന്റെ മുൻപിൽ ഒരു ദിവസം പൂജാവേളയിൽ ഒരു കോമളബാലന്റെ വേഷത്തിൽ ഹരി പ്രത്യക്ഷപ്പെട്ടു. സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ യതീശ്വരൻ വിഷ്ണുവിന്റെ മനോഹര രൂപം കണ്ട് ഒരു ചിത്രത്തിലെന്ന പോലെ നിന്നു. കുഞ്ഞേ, നീ ആരാണ്? നിന്റെ അച്ഛനമ്മമാർ ആരാണ്? നിനക്ക് എന്താണ് ആഗ്രഹം? എന്നിങ്ങനെ ഭഗവാനോട് ചോദിച്ച മുനിയെ മോഹിപ്പിക്കും വിധം ചിരിച്ചുകൊണ്ട് ആ ബാലൻ പറഞ്ഞു, മാതാപിതാക്കളെ അറിയില്ല. ഞാൻ വിഹരിക്കാൻ ഇവിടെ വന്നതാണ്. നിങ്ങൾ അപമാനിക്കുകയാണെങ്കിൽ ഞാൻ സഹിക്കുകയില്ല, പൊയ്ക്കളയും. ഇത് കേട്ടപ്പോ മുനി പറഞ്ഞു, കുഞ്ഞേ, നീ ഇവിടെ തന്നെ താമസിക്ക. വിശ്വാനന്ദദായകനായ നീ യഥേഷ്ടം വിഹരിക്ക. നിനക്ക് ബാലചാബല്യം കാണും, എന്നാലും നിന്നെ ആരും അപമാനിക്കില്ല എന്ന് പറഞ്ഞ് ആ ഭക്തൻ ആ കുട്ടിയെ പിടിച്ചു മടിയിലിരുത്തി. അന്നു മുതൽ ആ കുട്ടി പല ബാലചാബല്യങ്ങളും കാട്ടിക്കൊണ്ടവിടെ വിഹരിച്ചു. യതിവര്യനാകട്ടെ എല്ലാം ക്ഷമയോടും സന്തോഷത്തോടും സഹിക്കുകയും ചെയ്തു. ഒരു ദിവസം ഭഗവാൻ യതീശ്വരന്റെ അരികിൽ നിന്നും എല്ലാം എഴുന്നേറ്റുപോയി തുളസിദളാർച്ചിതമായ സളഗ്രാമങ്ങളിൽ നിന്നൊന്ന് സ്വകര പല്ലവത്തിലെടുത്ത് തുളസിപ്പൂക്കൾ മാറ്റി വായിലിട്ടു. ഇത് കണ്ട ആഗമവാക്യങ്ങളാൽ ശാന്തി കൈവരിച്ചവനെങ്കിലും യതിവര്യന്റെ ഹൃദയത്തിൽ കോപം ജനിച്ചു. ഭഗവാനെ നോക്കി രോഷാകുലനായി ഇവിടെ നിന്ന് പോകൂ എന്ന് ആജ്ഞാപിച്ചു. അത് കേട്ട ഭഗവാൻ, 6 ജന്മത്താൽ ആർജിച്ച പുണ്യം കൊണ്ട് നിങ്ങൾക്ക് ഗോചരനായ ഞാൻ അപ്രിയം ചെയ്യുകയാൽ ഇവിടെ നിൽക്കുന്നില്ല. യതീന്ദ്ര, നിങ്ങൾ അപ്രിയം ചെയ്തതുകൊണ്ട് എന്നെ ഇനി അനന്തവനത്തിലേക്ക് കാണാനാവൂ എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി. യതിവര്യൻ ആ വാക്യം കേട്ട് തന്റെ മുൻപിൽ വന്നിരുന്നത് ഭഗവാൻ തന്നെയാണെന്ന് ഉറപ്പിച്ചു. അദ്ദേഹം ബാഷ്പാവത നേത്രനായും അവശനായും ഭവിച്ചു. വിശപ്പുകൊണ്ട് കേഴുന്ന കുഞ്ഞ് അമ്മയെ കണ്ടില്ലെങ്കിൽ കരയുന്നത് പോലെ മഹാനായ ആ മുനിവരൻ പൊട്ടിക്കരഞ്ഞു. പിന്നെ അദ്ദേഹം ഭഗവത് ദർശനം ലഭിക്കുവാനായി അനന്തൻകാട് അന്വേഷിച്ച് ഒടുവിൽ അനന്തൻകാട്ടിലെത്തി. അവിടെ ഒരു ഇലിപ്പമരത്തിന്റെ പോടിലാണ് ഭഗവത് ദർശനമുണ്ടായത്. ഉടൻ തന്നെ ആ മരം വേരോടെ മറിഞ്ഞു വീഴുകയും ചെയ്തു. അത്യന്തം വിസ്മിതനായ യതീന്ദ്രൻ സ്തബ്ധനായി നിന്നു. മത്സ്യതീർത്ഥത്തിൽ ശിരോഭാഗം, ശംഖത്തിൽ തീർത്ത ബാഹുക്കൾ, ധർമാധർമ്മ തീർത്ഥത്തിൽ പാദങ്ങൾ എന്നിങ്ങനെ ഭക്തരാൽ സംഭരിക്കപ്പെട്ട അപരിമിത പുണ്യസമൂഹം പോലെ ഇരിക്കുന്നവനും പരമഹംസന്മാർക്ക് മൂലധനവും അശരണന്മാർക്ക് ശരണ്യനും തിരുവാക നായകനും സകല വേദമാർഗങ്ങളാലും അന്വേഷിക്കപ്പെട്ടവനുമായ ഭഗവാൻ ശ്രീപത്മനാഭനെ തന്റെ സുഹൃതഫലമെന്നോണം കണ്ടു എന്നാണ് സ്വാതി തിരുനാൾ വർണ്ണിച്ചിരിക്കുന്നത്. മറ്റൈതിഹ്യങ്ങളിൽ ഒന്നിൽ ദിവാകര മംഗലാപുരത്തിനടുത്തുള്ള കുമ്പളയിൽ അനർത്ഥദേശത്തുള്ള ഒരു തുളു ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിരിക്കുന്നു. ദിവാകരമുനി അനന്തൻകാട്ടിൽ കണ്ട ഭഗവാന്റെ രൂപത്തിൽ ശിരസ് തിരുവല്ലത്തും ഉടൽ തിരുവനന്തപുരത്തും
തൃപ്പാദങ്ങൾ തൃപ്പാദപുരത്തുമാണ് ദർശിച്ചത്. ഇത്ര ബൃഹത്തായ ഭഗവത് രൂപത്തെ പ്രദക്ഷിണം വയ്ക്കുവാനാവുകയില്ലല്ലോ എന്ന് മുനി വ്യാകുലപ്പെടുകയും തന്റെ കയ്യിലുള്ള ദണ്ഡിന് 3 ദണ്ഡ് നീളത്തിൽ ചുരുങ്ങണേ എന്ന് പ്രാർത്ഥിക്കുകയും ആ ഭഗവത് രൂപം ആ പ്രാർത്ഥനയ്ക്കനുസരിച്ച് ചെറുതാവുകയും ചെയ്തു. തനിക്കുള്ള നിത്യപൂജകൾ ദിവാകര മുനിയുടെ സ്വന്തം നാട്ടിൽ നിന്നുള്ള തുളുബ്രാഹ്മണർ നടത്തണമെന്നും കൽപ്പിച്ചു. ബ്രഹ്മാണ്ഡ പുരാണങ്ങളിലെ ഗോളവിസ്താരം എന്ന ഭാഗത്ത് കാണുന്ന 1 മുതൽ 15 വരെയുള്ള ശ്ലോകങ്ങളിൽ നിന്ന് ഈ കഥ സ്വാതി തിരുനാളിന്റെ കൃതിയിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു സ്ഥലപുരാണം വില്വമംഗലം സ്വാമികൾക്ക് അനന്തൻകാട്ടിൽ പ്രത്യക്ഷപ്പെട്ട വിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ എന്നാണ്. ഒരു നമ്പൂതിരി സന്യാസിയായിരുന്നു വില്വമംഗലത്ത് സ്വാമിയാർ. അനന്തൻകാട്ടിൽ തപസ്സനുഷ്ഠിച്ചിരുന്ന സ്വാമിയാർക്ക് മുന്നിൽ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഉടനെ സ്വാമിയാർ വിഷ്ണുവിനെ പൂജിക്കാൻ ഒരുമ്പെട്ടു. നേദ്യത്തിന് മറ്റൊന്നുമില്ലാത്തതിനാൽ തൊട്ടടുത്ത മാവിൽ നിന്ന് കുറച്ച് മാങ്ങയെടുത്ത് അവിടെ കിടന്നിരുന്ന ഒരു ചിരട്ടയിൽ നേദിച്ച് പൂജ നടത്തി. അതുകൊണ്ടാണ് പത്മനാഭൻ ഇപ്പോഴും മാങ്ങാനേദ്യം നടത്തുന്നതെന്നാണ് ഐതിഹ്യം. ഇപ്പോൾ സ്വർണം കൊണ്ട് കെട്ടിയ ചിരട്ടയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊരു കഥയിൽ ഒരു സ്ത്രീ പാടത്ത് പണിയെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കൊച്ചുകുഞ്ഞിന്റെ കരച്ചിൽ കേട്ട സ്ഥലത്ത് ചെന്ന് നോക്കിയപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ അതികോമളനായ ഒരു ശിശുവിനെ കണ്ടു. ആ കുട്ടിയെ ആവരണം ചെയ്യുന്ന രീതിയിൽ ചൈതന്യപ്രഭ കണ്ടതുമൂലം ആ കുഞ്ഞിനെ സ്പർശിക്കാൻ ഭയം തോന്നി. എങ്കിലും വാവിട്ട കരച്ചിൽ കേട്ട് ഹൃദയമലിഞ്ഞ സ്ത്രീ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് മുലയൂട്ടുകയും കുഞ്ഞ് ശാന്തനാവുകയും ചെയ്തു. അതിനുശേഷം കുഞ്ഞിനെ ഒരു ഇലിപ്പമരത്തിന്റെ ചുവട്ടിൽ തണലത്ത് കിടത്തി. അല്പനിമിഷങ്ങൾക്കകം 5 ഫണങ്ങളുള്ള ഒരു വലിയ നാഗം അവിടെ പ്രത്യക്ഷപ്പെടുകയും കുഞ്ഞിനെയും കൊണ്ട് ഇലിപ്പമരത്തിന്റെ പോടിനുള്ളിൽ പ്രവേശിക്കുകയും പത്തി വിടർത്തി കുട പോലെ കുഞ്ഞിന്റെ തലയ്ക്ക് മുകളിലായി പിടിച്ചു നിൽക്കുവാനും തുടങ്ങി. ആ സ്ത്രീയും ഭർത്താവും എന്നും ഈ ഇലിപ്പമര ചുവട്ടിൽ പോവുകയും ഒരു ചിരട്ടയിൽ പാലും ചോറും നൽകുകയും ചെയ്യുമായിരുന്നു. അന്ന് നാടുവാണിരുന്ന രാജാവ് ഈ അത്ഭുത വൃത്താന്തം കേൾക്കുകയും അവിടെ ചെന്ന് ദർശനം നടത്തിയ ശേഷം ഒരു ചെറിയ ക്ഷേത്രം പണിയുകയും ചെയ്തു. അതാണ് ഇന്നത്തെ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തി. അന്നത്തെ വേണാട് രാജാവ് ആ സാധു സ്ത്രീയെ വിസ്മരിച്ചില്ല. ക്ഷേത്രത്തിനടുത്തുള്ള വിസ്തൃതമായ ഒരു നിലം അവർക്കായി അദ്ദേഹം ദാനം ചെയ്തു. ഈ നിലമാണ് പിൽക്കാലത്ത് പുത്തരിക്കണ്ടം എന്ന പേരിൽ പ്രസിദ്ധമായത്. കൊല്ലവർഷം 908 മാർത്താണ്ഡവർമ്മ പണി കഴിപ്പിച്ചതാണ് ഇന്ന് കാണുന്ന ക്ഷേത്രം. തിരുവട്ടാർ ആദികേശവ പെരുമാൾ ക്ഷേത്രത്തിന്റെ മാതൃകയിൽ പത്മനാഭസ്വാമി ക്ഷേത്രവും പണി കഴിപ്പിച്ചു എന്നാണ് പുരാവൃത്തം. അതിനു മുമ്പ് അവിടെയുണ്ടായിരുന്ന മൂലക്ഷേത്രം കുലശേഖരൻ ആഴ്വാരുടെ കാലത്താണ് സ്ഥാപിക്കപ്പെട്ടത് എന്നും ഒരു നിഗമനമുണ്ട്. ആയുരാജാവ് പണിതീർത്ത ക്ഷേത്രം പൂർണ്ണമായി കത്തി നശിച്ചതിന് ശേഷമാണ് മാർത്താണ്ഡവർമ്മ ഇന്ന് കാണുന്ന ക്ഷേത്രം പണിതത്. ക്ഷേത്രത്തിന്റെ ഗോപുരം 5 നിലകളാണ്. 5 നിലകളായി ക്ഷേത്രഗോപുരം പണിതീർത്തതും ക്ഷേത്രത്തിന് മുൻവശത്തുള്ള പത്മതീർത്ഥക്കുളത്തിന് 4 വശത്തും കൽപ്പടവുകൾ കെട്ടിച്ചതും മാർത്താണ്ഡവർമ്മയാണ്. അതിനുശേഷം കൊല്ലവർഷം 923 മകരം 5 തിരുവിതാംകൂർ രാജ്യം ഈ ക്ഷേത്രത്തിന്റെ തൃപ്പടിയിൽ ദാനം ചെയ്തു. അതിനുശേഷം പത്മനാഭദാസനായി തിരിച്ചെഴുന്നള്ളിയാണ് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരിച്ചത്. ക്ഷേത്രം നടുവിലാക്കി കോട്ട പണിതീർത്തതും അക്കാലത്താണ്. ക്ഷേത്രത്തിലെ ശിവേലി മണ്ഡപത്തിന് 324 തൂണുകളുണ്ട്. 2 ഉത്സവങ്ങളുണ്ട് ഇവിടെ. തുലാമാസത്തിലെ തിരുവോണം ആറാട്ടായി 10 ദിവസവും മീനത്തിലെ രോഹിണി കൊടുകയറി 10 ദിവസവും. ശംഖുമുഖം കടപ്പുറത്താണ് ആറാട്ട്. ഈ ക്ഷേത്രത്തിൽ നടത്തിയിരുന്ന മുറജപവും ഭദ്രദീപവും പഴയ കേരളത്തിൽ പ്രസിദ്ധമായിരുന്നു. തിരുവിതാംകൂർ രാജ്യം വിസ്തൃതി കൂട്ടാനുള്ള ശ്രമത്തിൽ നിരവധി പേർ മരിക്കുകയും യുദ്ധത്തിൽ അനേകം പേരെ വധിക്കുകയും 8 വീട്ടിൽ പിള്ളമാരെയും ഉന്മൂലനാശം വരുത്തുകയും ചെയ്തതിന് പ്രായശ്ചിത്തമായിട്ടാണ് മാർത്താണ്ഡവർമ്മ രാജ്യം തൃപ്പടിദാനം നടത്തുകയും ഭദ്രദീപം ക്ഷേത്രത്തിൽ തുടങ്ങുകയും ചെയ്തതെന്നാണ് പുരാവൃത്തം. ലക്ഷദീപം, വേദോച്ചാരണം, മന്ത്രജപം, സഹസ്രനാമം, ജലജപം എന്നിവ അടങ്ങിയതാണ് 12 വർഷത്തിൽ ഒരിക്കൽ നടത്തിയിരുന്ന മുറജപം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യമായ സ്വർണ്ണ നിക്ഷേപങ്ങളുടെ കഥ പുറത്തു വന്നതോടുകൂടിയാണ് വീണ്ടും ക്ഷേത്രം പൊതുശ്രദ്ധ ആകർഷിച്ചതും വിവാദങ്ങളിൽ ചെന്നുപെട്ടതും.